തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ എം.വി. ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനം. സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ എം.വി. ഗോവിന്ദൻ തികഞ്ഞ പരാജയമെന്നാണ് വിമർശനം. തിരഞ്ഞെടുപ്പിൽ മികച്ച നേതൃത്വം നൽകാൻ സെക്രട്ടറിക്ക് കഴിഞ്ഞില്ല എന്നും വിമർശനമുണ്ട്. വിവരങ്ങൾ നൽകാൻ തലസ്ഥാനത്ത് നിന്നും ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാം, തോൽവി അതൊരു വലിയ നാണക്കേടാണ്, അപമാനമാണ്. എന്നാലും അതിന് പിന്നാലെ പിണറായി വിജയനെതിരെയും എം.വി. ഗോവിന്ദനെതിരെയും ഒളിയമ്പുകൾ, ആക്രമണ ശരങ്ങളെല്ലാം ഇങ്ങനെ ഏൽക്കാൻ വേണ്ടി രണ്ടുപേരും തയ്യാറായി നിൽക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയിൽ എം.വി. ഗോവിന്ദൻ ഒരു ഹാസ്യ കഥാപാത്രമായി മാറിയെന്നും സമ്പൂർണ്ണ പരാജയമാണെന്നും പറയുന്നത്. എന്നാലും തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എം.വി. ഗോവിന്ദനെതിരെ പറയുന്നത്? തികഞ്ഞ പരാജയമാണെന്നുള്ള വിമർശനത്തിൽ എന്തെങ്കിലും മറുപടി എം.വി. ഗോവിന്ദൻ ഉണ്ടോ? CPM-നകത്ത് സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലാണ് അതിരൂക്ഷമായ വിമർശനം ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴയിലടക്കം ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു. അതിന്റെ പിന്നാലെയാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംസ്ഥാന സെക്രട്ടറി കൂടിയായ എം.വി. ഗോവിന്ദനെതിരെ അംഗങ്ങൾ തുറന്നടിക്കുന്ന രീതിയിലേക്ക് എത്തിയത്. പ്രധാനമായും എം.വി. ഗോവിന്ദൻ ഭരണം അല്ലെങ്കിൽ ഇത്തരത്തിൽ നേതൃത്വത്തിൽ പരാജയമായിരുന്നുവെന്നും കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയെന്നുമായിരുന്നു നേതാക്കൾക്കിടയിൽ. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്നുള്ള കാര്യങ്ങൾ പോലും അംഗങ്ങൾക്കിടയിൽ നിന്ന് ഉയരുകയും ചെയ്തു. എന്തായാലും നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനമാണ് ഇത് ഉയർന്നിരിക്കുന്നത്. ഒപ്പം എം.വി. ഗോവിന്ദൻ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യം കൂടി അംഗങ്ങൾക്കിടയിൽ നിന്ന് ഉയരുകയും ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആലപ്പുഴയിലും പാലക്കാടും എല്ലാം തന്നെ അതിരൂക്ഷമായ വിമർശനങ്ങളായിരുന്നു സംസ്ഥാന നേതൃത്വത്തിനെതിരെ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ സെക്രട്ടേറിയറ്റിലും എല്ലാം തന്നെ ഉയരുകയും ചെയ്തത്. ഇന്നും നാളെയും ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗമാണ്. പ്രധാനമായും യോഗത്തിൽ കടുത്ത വിമർശനങ്ങളാകുമ്പോൾ ഇനിയുള്ള മണിക്കൂറുകളിലും ഉണ്ടാകുക. പിണറായി വിജയനെതിരെ നേതാക്കൾ ആഞ്ഞടിക്കുകയും ചെയ്തു. പിണറായിയുടെ ധാർഷ്ട്യമാണ് കനത്ത പരാജയം ഏറ്റുവാങ്ങാൻ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമെന്ന് കൂടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പറഞ്ഞു വെക്കുകയും ചെയ്തു. എന്തായാലും നാളെയും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തുടരും.